അപ്പോൾ +1 +2 കൊമേഴ്സ് പഠിക്കണം എന്നേനു. പക്ഷെ ഉപ്പാക്ക് ഇഷ്ടം അറബി കോളേജിൽ പഠിക്കണം. കൊമേഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ട് പിന്നെ ഉപ്പാൻ്റെ ഇഷ്ടത്തിന് അറബി കോളേജിൽ പോയി. പിന്നെ +2 കഴിഞ്ഞു. ഞാനും വേറൊരു കുട്ടിയും കൂടി ഇവിടുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് 1 അവർ പോകാനുണ്ട്. അപ്പോൾ +2 ഞാൻ പാസ്സായി, ഓള് ഫെയിലായി. ഓള് താല്പര്യമില്ലാണ്ട് വന്നതാണ് +1 +2 പോകണം എന്നുള്ളത്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഉപ്പാൻ്റെ ഇഷ്ടത്തിനായാലും പോയി. +2 പാസ്സായി. പിന്നെ ഓള് നിർത്തിയപ്പോൾ ഞാനും നിർത്തി. ഉപ്പാൻ്റെ ഇഷ്ടമാകുമ്പോൾ നമുക്ക് കുറച്ച് കാശ് ഉണ്ടാവല്ലോ. അപ്പോൾ അവിടെ നിർത്തി. പിന്നെ അങ്ങോട്ട് എൻഗേജ്മെൻറ്റ്, കല്യാണം. ലാസ്റ്റ് ഇയറിൽ ആൾ നാട്ടിൽ വന്ന ടൈമിൽ എനിക്ക് വീണ്ടും പഠിച്ചുകൂടെ വേണം. അപ്പം അങ്ങനെ കുറേ ആൾക്കാരോട് ചോദിച്ച്. അപ്പം എൻ്റെ ആ ഒരു ബാച്ചിലുള്ളൊരു കുട്ടി തന്നെ എജുതാലിമിൽ ഡിഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓളെല്ലാം നല്ല ഫീഡ്ബാക്ക് പറഞ്ഞ് അങ്ങനെ തന്നെ എജുതാലിമിൽ ജോയിൻ ആവുന്നു. പിന്നെ അതേപോലെ എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ, ഓനും ഇതിൽ +2 ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ എജുതാലിമിൽ ജോയിൻ ആയി. അപ്പോൾ പക്ഷേങ്കിൽ ഇത് വേറെ ലെവൽ, നമ്മളൊരു ശരിക്കും ഓഫ്ലൈൻ കോളേജിൽ പോകുന്ന പോലെ തന്നെ ഒരു ഫീലാണ്. ഇങ്ങനൊരു ഫെസ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം വീണ്ടും ഇങ്ങനൊരു മെമ്മൻ്റോല വാങ്ങുമ്പോൾ സ്വയം ഒരു പ്രൗഡ് ഫീൽ. വീണ്ടും അങ്ങോട്ട് പഠിക്കണം, കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. പറഞ്ഞാൽ എജുതാലിമിനും സ്പെഷ്യലി സക്കറിയ സാർ, ആഷിഖ് സാർ, പിന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത മെഹബൂബ് സാർ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ആർട്ട് ഫെസ്റ്റാണ് എജുതാലിമിൽ ഞങ്ങൾക്ക് ഉണ്ടായത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്.